പത്താമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ മാസം 5 മുതൽ ജൂലൈ മാസം 11 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 രാശിക്കാർക്കും 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ബുധൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 8-ാം തീയതി അത് മിഥുനം രാശിയിലേക്ക് കയറും. മിഥുനം സ്വന്തം രാശിയാണ്, സ്വന്തം വീടാണ് ബുധൻ്റെ. എങ്കിലും വക്രഗതി ബുധൻ അത്ര നല്ലതല്ല. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം തുടങ്ങിയവ കാണുന്നു. എന്നാൽ ഇവർ ഇമോഷണലായി, അതായത് വികാരാധിക്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഇതിനു മുമ്പ് സംഭവിച്ചതുപോലെയല്ല. പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതി തൊട്ട് തങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം. സഹോദരന്മാരോടോ ബന്ധുക്കളോടോ ഒക്കെ വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ അവർ ഇവരുടെ, അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വാക്കുകളെ ശരിയായ അർത്ഥത്തിൽ കാണണമെന്നില്ല. അതുകൊണ്ട് ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒക്കെ കലഹിക്കേണ്ടി വരുന്നതായി കാണുന്നു. അതുപോലെ ഇവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ആഴ്ചയുടെ പകുതിക്ക് ശേഷം വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് കാണുന്നു. അല്ലാതെ തന്നെ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വാക്കുകൊണ്ട് ഉണ്ടാകാവുന്ന ചില ഉപദ്രവങ്ങൾ, പ്രശ്നങ്ങൾ അത് കാണുന്നുണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും തൊട്ട് അയൽപക്കത്തിലുള്ളവരോടോ അല്ലെങ്കിൽ അതുപോലെ സൗഹാർദ്ദമുള്ളവരോടോ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെയോ ഒക്കെ തന്നെ ഇവർക്ക് പെരുമാറുന്നതിനോ സംസാരിക്കുന്നതിനോ അല്പം നിയന്ത്രണം വേണ്ടിവരുമെന്ന് കാണുന്നു. അല്പം നിയന്ത്രണം മറ്റുള്ളവർ തരുന്നതല്ല, ഇവർ തന്നെ ഡബിൾ ചെക്ക് ചെയ്യണം എന്നാണ്. അത് ഒരാൾ വർത്തമാനം പറയുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമാണ്. എന്നാൽ പോലും അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഓരോന്നും സംസാരിക്കുക. കാരണം ഒന്ന്, 3-ാം ഭാവത്തിലേക്കുള്ള ബുധൻ്റെ വക്രസഞ്ചാരം, അതുപോലെ തന്നെ മേടക്കൂറിനെ സംബന്ധിച്ചുള്ള 3ആണല്ലോ മിഥുനം, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സഞ്ചാരം കൊണ്ടും അങ്ങനെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. 1.5 ദിവസങ്ങൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുപോലെ തന്നെ തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കൽ, പെട്ടെന്ന് തോന്നുന്ന ചില പുതിയ തീരുമാനങ്ങൾ തങ്ങളുടെ ജോലിസ്ഥലത്ത്, പ്രവർത്തന രംഗത്ത് ഇവർക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുകയും അത് മറ്റുള്ളവർക്ക് വളരെ വിജയകരമായി തോന്നുകയും അതിനാൽ ഇവർക്ക് പ്രശംസയും മറ്റും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. ആഴ്ചയുടെ 2-ാം പകുതി തുടങ്ങുന്നതും ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ ഉല്ലാസത്തോടു കൂടി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ആഴ്ചയുടെ അവസാന ദിവസം അവസാനത്തെ ദിവസത്തിൻ്റെ തൊട്ട് മുമ്പ് സന്ധ്യ കഴിഞ്ഞ് അവസാനത്തെ ദിവസവും വളരെ സൂക്ഷിക്കണം. സ്വന്തം വീട്ടുകാരോടോ അയൽപ്പക്കക്കാരോടോ ഒക്കെ വഴക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ത്വക്ക് സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടാകാം. ഡ്രൈ സ്കിൻ സ്വതവേ ഉള്ളവർക്ക് സ്കിൻ ചൊറിച്ചിലോ മറ്റോ ഒക്കെ വരാം, ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിൽ വൈകാരികമായ ആശങ്കകൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ത്വക്ക് സംബന്ധമായ ആധികൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നയനരോഗത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഈ പറയുന്ന ചർമ്മത്തിലെ അലർജി അസുഖങ്ങൾ കണ്ണിനെയും ബാധിക്കുന്നതാകാം. അങ്ങനെ കാണുന്നുണ്ട്. ഏതായാലും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6 രാവിലെ 10 മണി വരെ, ശേഷം 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശേഷം 9, 10-ാം തീയതി സന്ധ്യ വരെയും താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ രോഹിണി, കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ആദ്യ പകുതി വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അത് രണ്ടും തന്നെയാണ് പ്രധാനമായും കാണുന്നത്. പുതിയ ജോലിയിൽ ഏറ്റവും നന്നായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. ഇനി പഴയ ജോലിയുമായി മുന്നോട്ട് പോകുന്നവർക്ക് തന്നെ അവിടെ കുറച്ചുകൂടി ആയാസരഹിതമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതായി കാണുന്നു. അന്തരീക്ഷം കുറച്ചുകൂടി, ജോലിസ്ഥലത്തെ അന്തരീക്ഷം കുറച്ചുകൂടി ഫേവറബിളായി ഇഷ്ടത്തക്ക വിധത്തിൽ വരുന്നതായി കാണുന്നുണ്ട്. തങ്ങളുടെ ശമ്പള വർധനവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ ഉള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നത്, ഈ ആഴ്ചയിൽ നടത്തുന്നത് അല്ലെങ്കിൽ നേരത്തെ നടത്തിയിരുന്നത് ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ അനുകൂലമായ തീരുമാനങ്ങളോ അത്തരം വാർത്തകളോ അവർ കേൾക്കേണ്ടി വരും എന്ന് കാണുന്നു. അത് ഏതായാലും വളരെ പോസിറ്റീവായൊരു മൂവ്മെൻ്റാണ്. അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ടോ, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ, വാഹനവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ സാമാന്യം വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിലോ IT വസ്തുക്കൾ നേടുന്നതിലോ ഒക്കെ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. ആഴ്ചയുടെ
മുക്കാൽ ദിവസങ്ങളും, അതായത് സിംഹഭാഗവും ഇവർക്ക് ഗുണകരമാണ്. പക്ഷേ ഇവരോടും പറയുന്നു ആഴ്ചയുടെ പകുതിക്ക് ശേഷം ഒന്നുകിൽ മുഖത്ത് എന്തെങ്കിലും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. 2, കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ ഇവർക്കിപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. 2, ധനസ്ഥാനം കൂടി ആയതുകൊണ്ട് ധനപരമായ ചില ബില്ലുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതിൽ സൈൻ ചെയ്യുമ്പോഴുമൊക്കെ ഒപ്പുവെക്കുമ്പോഴുമൊക്കെ അത് ചിലപ്പോൾ ആളുകൾ വേറൊരു തരത്തിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. ചില കരാറുകൾ ഒപ്പിടുമ്പോഴും ധനപരമായ കാര്യങ്ങൾ ചെക്ക് ഒപ്പിടുമ്പോഴും പ്രത്യേകിച്ചും ഓഫീസിലും മറ്റുമൊക്കെ അധികാരത്തിലിരിക്കുന്നവർ, ബാങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം. അവരുടെ ഒപ്പുകൾ ചിലപ്പോൾ വ്യാജമായി മറ്റുള്ളവർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് ആ ഒപ്പിനെ മാറ്റിയെടുക്കുകയോ ഒക്കെ ചെയ്ത് ഇവരുടെ പേരിൽ ചില അലിഗേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തങ്ങൾ പറയുന്ന വാക്കുകൾ അത് തെറ്റായ രീതിയിൽ, ഇടവക്കൂറിൽപ്പെട്ടവർ പറയുന്ന വാക്കുകൾ തെറ്റായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കുകയും അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുപോലെ എഴുതുന്ന വാക്കുകൾ, പ്രത്യേകിച്ചും മൊബൈലിൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകളുമൊക്കെ അയച്ച് ഉള്ള ഒരു കാലമാണിത്. പല കാര്യങ്ങളും മെസ്സേജിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുമ്പോഴും ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കുമ്പോഴും ചിത്രങ്ങൾ അയക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കണം. ഏതു വിധേനയുള്ള കമ്മ്യൂണിക്കേഷനും ഏതു വിധേനയുള്ള സംവേദനവും തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്, മായമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അവസാന ദിവസങ്ങളും പൊതുവേ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്, പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8 വൈകുന്നേരം വരെയും ശേഷം 10-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 11-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുകൂല ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ നില. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലായി ധനപരമായ നേട്ടമുണ്ടാകാനും തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ മതിപ്പ് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപഴകുവാനും സാധിക്കുന്നതായി കാണുന്നു. ത്വക്ക് സംബന്ധമായ അസുഖമോ അലർജി അസുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ചില ശാരീരിക വ്യക്തിത്വത്തിൽ ഉണ്ടാകാവുന്ന ചില വ്യതിയാനങ്ങളും ആണ് ഇവർക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദോഷം എന്ന് പറയാവുന്നത്. അത് ചിലപ്പോൾ രോഗാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില മാനസിക വിഷമങ്ങൾ കൊണ്ടോ ആകാം. എന്നാൽ ധനപരമായി ദോഷമൊന്നും കാണുന്നില്ല. ധനപരമായി ഒരുവിധം ഭാഗ്യമുണ്ടായാൽ തന്നെ ഒരുവിധത്തിൽപ്പെട്ട മാനസിക വിഷമങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് പൊതുവെയുള്ള കണക്കാക്കൽ. അത് ശരി തന്നെയാണ് താനും. എന്തായാലും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ധനപരമായും ജോലി സംബന്ധമായും ദോഷം കാണുന്നില്ല. കുടുംബത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നില്ല. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായി തർക്കമുണ്ടാവുകയോ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ചിലപ്പോൾ തങ്ങളെക്കുറിച്ച്, അതായത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെക്കുറിച്ച് തെറ്റായി മറ്റുള്ളവർ ധരിച്ചു വയ്ക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവർ ഇവരുമായി ബന്ധപ്പെട്ട് കലഹത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പിതാവിന് ശാരീരികമായ അവശത കാണുന്നു. ചില അസുഖങ്ങൾ മൂർച്ഛിക്കാനുള്ള ഇടയുണ്ട്. പ്രത്യേകിച്ചും തങ്ങളുടെ ശ്രദ്ധ പോകാതെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വലിയ ശ്രദ്ധയില്ലാത്ത സന്താനങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ദുഃഖിക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ഓരോ വ്യക്തികളുടെയും കാര്യത്തിൽ ഇടപഴകാൻ ശ്രമിക്കുക. കുറച്ചുകൂടി ആത്മാർത്ഥതയും സ്നേഹവും എല്ലാവരോടും പങ്കുവയ്ക്കാനും ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടത്തിൻ്റെയും അതുപോലെ പ്രവർത്തനങ്ങളിലെ വിജയത്തിൻ്റെയും ഇവർ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയത്തിൻ്റെ ഒരു സാധ്യതയും കാണുന്നു. ധനപരമായ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഇവർക്ക് തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളിൽ വലിയ മാറ്റം വരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിക്കുന്നത് കൊണ്ട് ഇവർക്ക് കർമ്മരംഗത്ത് ഒരുപാട് മാറ്റം വരുന്നു. എന്നാൽ ഈ ആഴ്ച 8-ാം തീയതി മുതൽ ബുധൻ വക്രഗതിയിൽ ജന്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നേരാംവണ്ണം സംവേദനക്ഷമതയോടുകൂടി ചെയ്യുവാൻ ഇവർക്ക് സാധിക്കണമെന്നില്ല. തങ്ങൾ കൊടുക്കുന്ന വിവരങ്ങളോ തങ്ങൾ എഴുതുന്ന കാര്യങ്ങളോ ചിന്തിക്കുന്ന കാര്യങ്ങളോ തെറ്റായി മറ്റുള്ളവർ ധരിക്കാം എന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായ അസുഖം വരാനും വെറുതെ മനസ്സാശങ്കപ്പെടാനും സാധ്യതയുണ്ട്. സമൂഹത്തോടും മറ്റു സുഹൃത്തുക്കളോടും ഓഫീസിലെ ആളുകളോടുമൊക്കെ ഇടപഴകുമ്പോൾ ഏറ്റവും ജാഗ്രതയോടുകൂടി തന്നെ വേണം. 2 തവണയെങ്കിലും തങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് വേണം പറയുവാൻ എന്ന് കൃത്യമായി പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം, മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
6-ാം തീയതി രാവിലെ 10 മണി കഴിഞ്ഞ് 7, 8, 9, 10 സന്ധ്യ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ 2-ാം പകുതി വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും കർമ്മരംഗത്താണ് ഏറ്റവും കൂടുതൽ ഗുണം. തങ്ങൾക്കറിയാവുന്ന മേഖലയിൽ ഏറ്റവും നന്നായി പ്രകാശിക്കാൻ, തിളങ്ങാൻ സാധിക്കുന്ന ഒരു ദിവസങ്ങളാണ് ആഴ്ചയുടെ 2-ാം പകുതി. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കൃത്യമായി കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വലിയ ഘോഷം ഒക്കെ നടത്തുമെന്ന് കാണുന്നു. ചില വലിയ പാർട്ടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിൽ തന്നെ ഇവർക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരവും ഒത്തുവരുന്നുണ്ട്. വയറ് സംബന്ധമായി, ഉദര സംബന്ധമായ അസുഖം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇവർക്ക് ഈ ഞരമ്പ് സംബന്ധമായ വിഷയവും ന്യൂറോ പ്രോബ്ലവും ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പെട്ടെന്ന് മാറി മറിയുന്നൊരവസ്ഥ. എത്ര സന്തോഷാവസ്ഥയിൽ നിന്നാലും ഒരു ദുരിതം തങ്ങളെ പിന്തുടരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു ദുരന്തം വരാൻ പോകുന്നു എന്നോ ഒരു ചിന്ത വെറുതെയെങ്കിലും ഇവരുടെ മനസ്സിനെ അലട്ടാറുണ്ട്. അത് ഇപ്പോഴും മാറണമെങ്കിൽ കുറച്ചു കാലം കൂടി എടുക്കും. എന്നാൽ സ്വാഭാവികമായി ഇപ്പോൾ ഇവർക്ക് ജന്മത്തിൽ വ്യാഴം ബലവാനായി നിൽക്കുന്നത് കൊണ്ടും ശുക്രൻ ശുഭരാശിയിൽ നിൽക്കുന്നത് കൊണ്ടും വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടുമൊക്കെ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും മനസ്സിൻ്റെ ഭദ്രതയുടെ കാര്യത്തിലും മനസ്സിൻ്റെ സുരക്ഷയുടെ കാര്യത്തിലും ആശങ്കകൾ വിട്ടകന്നു നിൽക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് പ്രേരണ ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി നേട്ടം കാണുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും മനസ്സിൽ സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ആശയ്ക്ക് വഹ ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ യാത്ര തരപ്പെടുന്നു. തടസ്സങ്ങളൊക്കെ മാറുന്നതായി കാണുന്നു. വിദ്യാഭ്യാസ സംബന്ധമായി ഈ കർക്കിടക കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് അവർ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. തങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും കൃത്യതയോടും ജാഗ്രതയോടും കൂടി അത് എഴുതാൻ ശ്രമിക്കുക. ചിലപ്പോൾ എഴുതുന്നതായിരിക്കില്ല ഫലത്തിൽ പേപ്പറിൽ പ്രത്യക്ഷപ്പെടുക എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഉദ്യോഗത്തിന് വേണ്ടി എന്തെങ്കിലും പരീക്ഷകൾ എഴുതുകയോ അഭിമുഖത്തിന് തയ്യാറാവുകയോ ചെയ്യുകയാണെങ്കിൽ അവരും മനസ്സുറപ്പോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടൊക്കെ പറയേണ്ട അവസ്ഥ വന്നേക്കാം. മനസാന്നിധ്യം ഇല്ലാതെ പറയുമ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ചില വ്രണങ്ങൾ ഈ വാതസംബന്ധമായ വ്രണങ്ങളോ അല്ലെങ്കിൽ കാൽപാദങ്ങളിലോ കാലിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടാകാനും അത് ഇൻഫെക്ഷ്യസ് ആകാനുമൊക്കെയുള്ള സാധ്യത, അത് പഴുക്കാനുമൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശേഷം 9, 10, 11 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. തങ്ങൾക്കറിയാവുന്ന വിദ്യ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട് പൊതുവെ. കാരണം അവർക്ക് ഈ ഗ്രഹിക്കാനുള്ള ശേഷി കുറച്ച് വലുതായതിനാൽ അത് കൃത്യമായിട്ട് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, വീണ്ടും അവർക്കത് തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ തങ്ങളുടെ ജോലി സ്ഥലത്തോ ഒക്കെ കൃത്യമായിട്ട് അത് അവതരിപ്പിക്കാൻ സാധിക്കുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ ഈ ആഴ്ചയിൽ 2-ാം പകുതി തൊട്ട് അവർക്ക് അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വാക്കുകൾ ചിലപ്പോൾ തെറ്റായി ധരിക്കപ്പെടാം. അതുപോലെ തന്നെ തങ്ങളുടെ ആശയങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് വരാം. പുതിയ ഏതെങ്കിലും പ്രോജക്റ്റുകൾ തുടങ്ങുന്നു ആഴ്ചയുടെ 2-ാം പകുതിയിലെങ്കിൽ അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ അവർ കുറച്ച് ദിവസം അത് ഒന്നുകിൽ മാറ്റിവെക്കുക, അതല്ലെങ്കിൽ അത്തരം സംരംഭങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരു നല്ല സുഹൃത്തിനെ, ഒരു നല്ല അസിസ്റ്റൻറ്റിനെ കൂടെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ തെറ്റായ ചില ഡേറ്റാസ് കൊടുക്കേണ്ടി വരും. തെറ്റായ ഡേറ്റാസ് കൊടുക്കുന്നത് ശരിയാണെന്ന ധാരണയിലാവാം. അതുപോലെ തന്നെ കാര്യഗ്രഹണ പാടവം വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ദോഷവും ആഴ്ചയുടെ 2-ാം പകുതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വരുമാന വർധനവിനെ ഇത് ബാധിക്കാനിടയുണ്ട്. പ്രത്യേകിച്ചും തങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു കഴിവ് ഏറ്റവും നന്നായി അത് സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മമേഖലയിൽ തിളങ്ങി നിന്നിരുന്ന വ്യക്തികൾക്ക് സ്വന്തം വാക്കു തന്നെ
ചതിക്കാനുള്ള ഇടയുണ്ട്. ചിലപ്പോൾ തെറ്റായ വ്യാഖ്യാനമാവാം, ചിലപ്പോൾ തെറ്റായ വാക്കുകളാവാം ഉപയോഗിക്കുക. ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതുമാകാം. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിലും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന കാര്യങ്ങളിലും തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു വെളിപ്പെടൽ നൽകേണ്ട ഭാഗങ്ങളിലുമൊക്കെ തന്നെ വാക്കുകൾ തെറ്റായി വരികയോ ആശയങ്ങൾ തെറ്റായി വരികയോ ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കേണ്ടി വന്നേക്കാം. നയനരോഗത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്വാസം മുട്ടലോ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, അതായത് മാതാവ് വഴി വരുന്ന രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപകട സാധ്യത വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴും അത്തരക്കാരോട് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഒക്കെ ചുമന്നുകൊണ്ട് വലിയ പടികൾ കയറി ഉയരങ്ങളിലേക്ക് പോകുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധ വേണം. തീയോടും ഇലക്ട്രിസിറ്റിയോടുമൊക്കെ പെരുമാറുമ്പോഴും ഈ ജാഗ്രത പുലർത്തണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മരംഗത്ത് ചിലപ്പോൾ ചിലരോടെങ്കിലും ക്ഷുഭിതമായി സംസാരിക്കേണ്ടി വരുന്നൊരവസ്ഥയും കാണുന്നുണ്ട്. ഒരു പക്ഷേ തങ്ങൾ തന്നെ കാണിച്ച ഒരു തെറ്റിനെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ പ്രകടനമാകാം. എന്തായാലും അതൊന്നും കർമ്മരംഗത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഏറ്റവും ക്ഷമയോടുകൂടി, ജാഗ്രതയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-6 തീയതിയും 6 തീയതി രാവിലെ 10 മണി വരെയും ശേഷം 10 സന്ധ്യ കഴിഞ്ഞ് 11 തീയതിയും നല്ല ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. കർമ്മരംഗത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പൊതുവേ ഇവർക്കിപ്പോൾ 11-ൽ വ്യാഴവും അതുപോലെ തന്നെ ശുക്രനും നിൽക്കുന്നതിനാൽ സാമ്പത്തികമായിട്ട് ഒട്ടും ദോഷം തന്നെ വരില്ല. പ്രത്യേകിച്ചും ഇവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് തന്നെ ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവണം. ജോലിയിലാണെങ്കിൽ ആ വിധത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാവണം. ഏതെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കോ ഒക്കെ ആണെങ്കിൽ സാമ്പത്തികമായി ദോഷം കാണുന്നില്ല. എന്നാൽ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു മനസ്സോടുകൂടിയാണ്, അല്ലെങ്കിൽ എപ്പോഴും ആശങ്കകൾ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു മനസ്സോടുകൂടി ഇടപഴകുന്നത് കൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിച്ചതാവാം ഇത്തരം ഒരു മാനസികാവസ്ഥ. ഇങ്ങനെയുള്ള ആശങ്കകളോടുകൂടി പെരുമാറുന്നത് കൊണ്ട് തെറ്റോ ശരിയോ എന്ന് കൃത്യമായി തെറ്റോ ശരിയോ എന്ന് കൃത്യമായി പരിശോധിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഇവർക്ക് പലപ്പോഴും വരുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും 10ാം ഭാവത്തിന് ഒരു ഡ്യുവൽ എഫക്റ്റ് കിടക്കുന്നത് കൊണ്ട് ചന്ദ്രൻ രാശികളിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ദോഷാവസ്ഥകൾ ഈ ബുധൻ്റെ ദോഷം കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ബുധൻ ഇപ്പോൾ വക്രഗതിയിൽ കൂടി സഞ്ചരിച്ച് 10ാം ഭാവത്തിൽ എത്തുകയാണ് 8 തീയതി മുതൽ. അപ്പോൾ സ്വാഭാവികമായും കർമ്മരംഗത്ത് തെറ്റായ വീക്ഷണങ്ങൾ, കർമ്മരംഗത്ത് പാഴായിപ്പോകുന്ന ആശയത്തിൻ്റെ ആവിഷ്കാരങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവും. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ചെറിയൊരു ബലഹീനത കാണുന്നുണ്ട്. എന്നാൽ 11-ലെ വ്യാഴം എന്ന് പറയുന്നത് ഏതു വിധത്തിലും ഇവരുടെ ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കുക എന്നതാണ്. 2ാം ഭാവാധിപൻ കൂടിയായ ശുക്രനാണ് ഇവർക്ക് 11-ൽ നിൽക്കുന്നത്. അപ്പോൾ 2ഉം 11ഉം തമ്മിലൊരു കോമ്പിനേഷൻ വരുന്നത് തന്നെ ധനയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ധനം എങ്ങനെയും വരും. പക്ഷേ സൂക്ഷിക്കണം. കർമ്മരംഗത്ത് ഒരുപക്ഷെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള ധനം വരുന്നതാകാം. ഈ 8 തീയതിക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും തങ്ങളുടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും പ്രധാനപ്പെട്ട ഒപ്പുകൾ വയ്ക്കുമ്പോഴും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇമെയിലോ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഇവർ എഴുതുന്ന മെസ്സേജുകളും അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ആവണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, കണ്ടകശനി ഇവരുടെ കൂടെ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒരു തടസ്സക്കാരൻ്റെ കണ്ണ് വീഴുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് തങ്ങളുടെ തന്നെ ചില ദോഷവശങ്ങളാൽ ആവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് പോവുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. സാമ്പത്തിക നേട്ടം എന്തായാലും ഉണ്ടാവും. പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാവും. ആഗ്രഹിച്ച കാര്യങ്ങളിൽ കുറേ ഒക്കെ നേടാനും സാധിക്കും. സന്താനങ്ങളെ ചൊല്ലി ചെറിയ ചില ആശങ്കകൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലായിരിക്കാം അത് പ്രധാനമായും സംഭവിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8 8 തീയതി വൈകുന്നേരം വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. കർമ്മരംഗം വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സാന്നിധ്യം കൊണ്ട് ഗുണം
നേടി വേണം മുന്നോട്ട് പോകാൻ. 9 ബുധൻ വന്നിട്ടുണ്ട്. 9 ബുധൻ അല്ലാതെ തന്നെ ചാരവശാൽ 9 ബുധൻ്റെ നില അത്ര നല്ലതല്ല. മാത്രമല്ല ബുധൻ ഇവിടെ വക്രഗതിയിലുമാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നമുക്ക് ബുധൻ്റെ ഈ ദോഷാവസ്ഥകൾ കുറച്ചുകൂടി ചിന്തിക്കണം. പ്രത്യേകിച്ചും ഈ ആഴ്ചയിൽ 8-ാം തീയതിക്ക് ശേഷം ഏകദേശം ആഴ്ചയുടെ 2-ാം പകുതി എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ നോക്കുമ്പോൾ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ആദ്യ 1.5 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളാണ് പൊതുവേ ഗുണം. അപ്പോൾ അതിൽ ഈ 8-ാം തീയതിയും വരുന്നത് കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഉണ്ടായിരുന്നതിൽ എന്തെങ്കിലും ചെറിയ കുറവുകൾ ഈ ആഴ്ചയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ ഓവറായി വരുന്ന, അമിതമായി വരുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഒരു തള്ളിച്ച കൊണ്ടോ അല്ലെങ്കിൽ വൈകാരികമായ ഒരു തള്ളിച്ച കൊണ്ടോ നമുക്ക് ചില ബുദ്ധിപരമായ പ്രായോഗികമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടാവാം. അല്ലെങ്കിൽ തങ്ങൾക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പണം കൊണ്ടോ മറ്റു സഹകരണം കൊണ്ടോ സഹായിക്കുന്നവരെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള സംവേദനം തെറ്റുന്നത് കൊണ്ടാകാം ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ 9-ാം ഭാവം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഭാവമാണ്. മനുഷ്യൻ്റെ ലൗകിക ഭാവങ്ങൾ 1, 4, 7, 10 ആണെങ്കിൽ 5ഉം 9ഉം ഈശ്വരീയമായ ഇടപെടലുകളാണ്. അപ്പോൾ 9-ൽ പോയി ബുധൻ വക്രഗതിയിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമുക്ക് ചില ദൗർഭാഗ്യങ്ങൾ വന്നടിയാം. 10-ലെ അതിൻ്റെ അടുത്ത രാശിയായ 10-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ സർവപ്രവർത്തനങ്ങളെയും കർമ്മത്തെയും ഈശ്വരാധീനം വീക്ഷിക്കുന്നു എന്ന ചിന്ത കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്തായാലും. അതുകൊണ്ട് ഒരു പരിധിവരെ ദോഷാവസ്ഥകളെ ചിന്തിക്കണം. അല്ലെങ്കിൽ പിതാവിനോ പിതൃതുല്യരായ വ്യക്തികൾക്കോ ശാരീരികമായ അവശത ചിന്തിക്കണം. അതുമല്ലെങ്കിൽ രക്ഷാകർതൃസ്ഥാനത്ത് ആരാണോ വീട്ടിലുള്ളത്, ഗുരു സാന്നിധ്യമുള്ള വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ ഗുരു സമ്പർക്കമുള്ള വ്യക്തികൾ ആരാണ്, ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. എല്ലാവരോടും ഏറ്റവും വിനീതമായി തങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ് വരുന്നത് പോലെ അബദ്ധം നാവിൽ നിന്ന് വന്നേക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടി പറയുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോടും പറയേണ്ടിയിരിക്കുന്നു. രോഗസംബന്ധമായ കാര്യങ്ങൾ എടുത്താൽ ഇവർക്ക് ലോവർ അബ്ഡമിൻ ഭാഗത്ത് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നു. അതുപോലെ തന്നെ ആയുധങ്ങൾ പോലെയുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള ആയുധങ്ങൾ പോലെയുള്ള വസ്തുക്കൾ, വലിയ ഭാരമുള്ള വസ്തുക്കൾ, ലോഹം, ഇരുമ്പ് ഇതൊക്കെ തുടങ്ങിയ വസ്തുക്കളുമായി പെരുമാറുമ്പോൾ ശരീരത്തിൽ മുറിവുണ്ടാകാനോ വാഹനം ഓടിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ദോഷങ്ങൾ ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഈശ്വരാധീനമുള്ളതിനാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കും, ഭാഗ്യം അനുകൂലമാകുമെന്ന് ചിന്തിക്കണം. ഈ ആഴ്ചയിൽ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 6-ാം തീയതി രാവിലെ 10 മണി കഴിഞ്ഞ് 7, 8, 9, 10 സന്ധ്യ വരെയും താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ 2-ാം പകുതിയാണ് കൂടുതൽ ഗുണം. പ്രത്യേകിച്ച് തങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ തക്കവണ്ണം സാമ്പത്തികമായി എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നു. അതുപോലെ തന്നെ തങ്ങളോട് വിഘടിച്ചു നിന്നിരുന്നവർ, എതിരഭിപ്രായം പറഞ്ഞു നിന്നിരുന്ന വ്യക്തികൾ തിരികെ തങ്ങളുടെ സമീപത്തേക്ക് വരുന്നു. സംരംഭവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ മേലധികാരികളുടെ ആനുകൂല്യങ്ങളില്ലാതെ, അവരുടെ അനുവാദങ്ങളില്ലാതെ ഇടയിൽ നിന്നുപോയ ചില പ്രവർത്തനങ്ങൾ ആ അവസ്ഥയൊക്കെ മാറി മേലധികാരികളിൽ നിന്ന് സമ്മതപത്രവും അതുപോലെ തന്നെ അനുകൂലമായ മനോഭാവവും വരുന്നതുകൊണ്ട് ഇവർക്ക് തങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഈ ആഴ്ചയുടെ 2-ാം പകുതിയിൽ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുകയോ മംഗളകരമായ കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വരികയോ ചെയ്യാനുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കുകയാണ്. ദേവീ കടാക്ഷവും ദേവൻ്റെ കടാക്ഷവും ഒരുപോലെ ഇവരിലേക്ക് ഇപ്പോൾ ചൊരിയപ്പെടുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് വലിയ മാനസികമായ ശക്തിയും ശാരീരികമായ ശക്തിയും ഉണ്ടാകുന്നതായി കാണുന്നു. ധനപരമായ വരവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ചില ഭാഗ്യവും അതുപോലെ തന്നെ ധനപരമായ സഹായവും ചിലപ്പോൾ ഈ ആഴ്ച അല്പം താമസിച്ചേക്കാം. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ അരക്കെട്ടിലോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു.
പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം തുട, കാൽമുട്ട് ഈ ഭാഗങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ത്വക്കിന് എന്തെങ്കിലും അസുഖമുണ്ടാകാം, അലർജി അസുഖങ്ങളാവാം ഒരുപക്ഷെ അത്. എന്തായാലും ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പകുതി ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദിവസങ്ങൾ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശേഷം 9, 10, 11 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, എല്ലാവരും വിഷമിച്ചു പറയുന്നത് അഷ്ടമത്തിലേക്ക്, 8-ാം ഭാവത്തിലേക്ക് വ്യാഴം പോയി എന്നതാണ്. അതുപോലെ തന്നെ ശുക്രൻ 8-ൽ നല്ലതാണ്. മാത്രമല്ല സ്വന്തം ഇഷ്ടപ്പെട്ടവൻ്റെ രാശിയിലാണ്, ചന്ദ്രൻ്റെ രാശിയിൽ, ശുഭരാശിയിലാണ് ശുക്രൻ. ശുക്രനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണ്. വ്യാഴത്തിനും ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകം ഉച്ചരാശിയാണ്. ഒരു ഗ്രഹം ഏറ്റവും പവർഫുള്ളായി ഒരു രാശിയിൽ നിന്നാൽ അത് ചിലർക്ക് ദോഷഭാവവും ചിലർക്ക് ഗുണഭാവവും വരും സ്വാഭാവികമായും. എന്നാൽ ദോഷഭാവം വരുന്നവർക്ക് വലിയ ദോഷങ്ങളെന്നല്ല, ദോഷങ്ങൾ ഒട്ടും തന്നെ സംഭവിക്കില്ല എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. അങ്ങനെ തന്നെയാണ് ഏകദേശമൊക്കെ സംഭവിക്കാറുമുള്ളത്. അല്ലെങ്കിൽ ജനിച്ച സമയത്ത് വ്യാഴം അത്രമേൽ ബലം കുറഞ്ഞു നിൽക്കണം, അനിഷ്ടഭാവത്ത് നിൽക്കണം. ഇവിടെ അനിഷ്ടഭാവത്താണെങ്കിലും ഉച്ചരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതിലും പ്രധാനം 4-ാം ഭാവത്തിൽ നിന്നിരുന്ന കണ്ടകശനി, 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനി 2027 ജൂൺ വരെയും ശനി 4-ൽ തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് ശനി കർമ്മഭാവത്തിലേക്ക് നോക്കുന്നു, 10-ാം ഭാവത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ ധനുക്കൂറിൽപ്പെട്ടവരുടെ കർമ്മഭാവത്തിൽ ഏതെങ്കിലും വിധേനയുള്ള തടസ്സങ്ങളോ വൈഷമ്യങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലർക്ക് തങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരു വിജയമുണ്ടാവില്ല, ശമ്പള വർധനവുണ്ടാകില്ല, ജോലിയിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. പൊതുവേ ജോലി സ്ഥലത്ത് പോകാനോ മറ്റോ ആലസ്യമോ മടിയോ ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ, ജോലിയോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ കുടുംബത്തിലും പ്രശ്നമാണ്. 4-ാം ഭാവം തങ്ങുന്നിടമെല്ലാം ചിന്തിച്ചിടണം 4 കൊണ്ട്. അപ്പം മാതാവിൻ്റെ സവിധത്തിൽ പോകുമ്പോഴും മാതൃകുടുംബത്തിൽ ചെല്ലുമ്പോഴും മാതാവിനും വാഹനം ഉപയോഗിക്കുമ്പോഴും സൗഹാർദ്ദങ്ങൾ, ആളുകൾ ഇടപെടുന്ന ആളുകളോടുമൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ പറയേണ്ടിയോ നേരിടേണ്ടിയോ വരികയും ചെയ്യാം. എന്നാൽ വ്യാഴത്തിൻ്റെ ഈ കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഈ ശനിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശനിയുടെ കണ്ടകത്വം അല്ലെങ്കിൽ കണ്ടകദോഷത്വം കുറയും എന്ന് തന്നെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പാപത്വം കുറഞ്ഞ ശനി സ്വാഭാവികമായും 4-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും വലിയ ആക്രമണം നടത്തില്ല. പിന്നെ മറ്റൊന്ന് ചിന്തിക്കേണ്ടത്, ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കർമ്മരംഗത്ത് ഇവർക്കിപ്പോൾ വല്ലാത്ത ഔത്സുക്യം, ഉത്സാഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ഈ വ്യക്തികളും കൂടി മാറുന്നു സ്വയം. തങ്ങൾക്ക് എതിരെ വരുന്ന വൈഷമ്യങ്ങളെയും വെല്ലുവിളികളെയും പ്രാർത്ഥന കൊണ്ടും മനഃശക്തി കൊണ്ടും നേരിടാനുള്ള ഒരു ശക്തി ഈ പറയുന്ന ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം പൊടുന്നനവേ ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ ലോട്ടറി അടിക്കാം. പൊടുന്നനവേ അവരുടെ കർമ്മരംഗത്ത് മാറ്റമുണ്ടാവാം. അതുപോലെ ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനമോ വിജയമോ ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഈ ബുധൻ 8-ാം തീയതി 7-ാം ഭാവത്തിലോട്ടാണ് വക്രഗതിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ആശയവിനിമയം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. മറ്റാരുമല്ല, പങ്കാളി തന്നെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. അത് ചിലപ്പോൾ കലഹത്തിലേക്കോ വേർപാടിലേക്കോ കുറച്ചു നാളെങ്കിലും ഒന്ന് മാറി നിൽക്കലിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് ബുധൻ അറിവിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ കൗമാര, അതായത് യൗവനയുക്തനായ വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലത്ത്, യൗവനകാലത്ത് ദാമ്പത്യത്തിൽ എന്തെങ്കിലും കല്ലുകടിയോ പ്രശ്നമോ ഉണ്ടാകാൻ ഈ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം. ഭാര്യയോട് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ മറ്റൊരിടത്തേക്ക് പറയുക, മറ്റൊരിടത്ത് പറയുന്ന വാക്കുകൾ ഇവിടെ പറയുക, അങ്ങനെ പൊതുവെ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്ന കലഹം, സംശയം ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഒരു ഡബിൾ ചെക്ക്, അതായത് പറയാൻ പോകുന്നതിന് മുമ്പ് സാവധാനത്തിൽ ചിന്തിച്ചുകൊണ്ട് പറയുക. ധടുതിയിൽ പെട്ടെന്ന് വികാരാവേശം കൊണ്ടൊന്നും പറയാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ചിലപ്പോൾ അബദ്ധമാവാം. അബദ്ധം ചിലപ്പോൾ പ്രായേണ മറ്റു ചില കാര്യങ്ങളിലേക്ക്, ചില നെഗറ്റിവിറ്റീസിലേക്ക്, ദോഷവശങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. അതുപോലെ ഇവർക്കും വസ്തിപ്രദേശത്ത് ത്വക്ക് സംബന്ധമായ അസുഖമോ അലർജി അസുഖമോ ഫംഗലോ മറ്റോ ഇൻഫെക്ഷനോ വരാനുള്ള സാധ്യതയും കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട്
ഉള്ള യാത്രയ്ക്ക് വേണ്ടിയും വിദേശത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വിദേശവുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും അവരുടെ ആശയവിനിമയത്തിനുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ഡബിൾ ചെക്ക് നടത്തണം. ചിലപ്പോൾ തെറ്റായ ഭാഷയോ തെറ്റായ കാര്യമോ ആയിരിക്കാം എഴുതി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6 രാവിലെ 10 മണി വരെയും ശേഷം 10 സന്ധ്യ കഴിഞ്ഞ് 11-ാം തീയതിയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയത്ത് അതിനോട് അനുകൂലമായി ഭാഗ്യവും ഈശ്വരാധീനവും ഇവരെ അനുഗ്രഹിക്കുന്നു എന്നത് വേണം ചിന്തിക്കാൻ. കുറേ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഭാഗ്യം, ഈശ്വരാധീനം, സാമ്പത്തികമായ നേട്ടം അതൊക്കെ അവർക്ക് വരുന്നുണ്ട്. കർമ്മത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ, നേരത്തെ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് വച്ചിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കളോട് സംസാരിക്കുമ്പോഴും അതുപോലെ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ലാതെ എന്നാൽ ഇടയ്ക്ക് കയറി വന്ന അഭിപ്രായം പറയുന്നവരോടുമൊക്കെ തന്നെ ഒരു അകൽച്ച ഇടണം എന്ന് പറയുന്നു. ഒന്നുകിൽ അകൽച്ച ഇടുക, അല്ലെങ്കിൽ അകൽച്ച ഇടാതെ അവരോടടുത്ത് പെരുമാറുന്നുവെങ്കിൽ ഏറ്റവും സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. വാക്കുകൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സംവേദനങ്ങളും അവരുമായി ശ്രദ്ധയോടുകൂടി ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ നിന്ന് ഒരു അബദ്ധമുണ്ടായാൽ ആ അബദ്ധത്തെ പെരുപ്പിച്ചു കാണിച്ച് അത് തങ്ങളുടെ കർമ്മത്തെ ഏതെങ്കിലും തരത്തിൽ ശോഷിപ്പിക്കാൻ ഈ പറയുന്ന ശത്രുസ്ഥാനത്തുള്ളവർക്ക് സാധിക്കുമെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. തങ്ങളോട് സമീപിക്കുന്ന, പ്രത്യേകിച്ചും തങ്ങളോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ലാത്ത വ്യക്തികളെ ഒന്നുകിൽ അവഗണിക്കുക, അതല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നെങ്കിൽ അവരോട് ഏറ്റവും സൂക്ഷിച്ച് പെരുമാറുക എല്ലാ തലങ്ങളിലും. 2, വാക്കല്ലാതെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് ഞാൻ കുറേ നാളായി പറയുന്നു. കാരണം 2-ൽ നിൽക്കുന്നത് രാഹുവാണ്. രാഹു, കേതുക്കൾ ഇല്യൂഷണറി പ്ലാനറ്റ്സ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഉള്ളത് ഇല്ല എന്ന് തോന്നിപ്പിക്കുകയും ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരുതരം വിഭ്രമാത്മകത. അത് 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 2 വാക്കാണ്. അപ്പോൾ വാക്ക് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. ഇപ്പോൾ ബുധൻ കൂടി 6-ാം ഭാവത്തിലേക്ക് ഈ പറയുന്ന വക്രഗതിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സംവേദനങ്ങൾ, ഭാഷ, ഏതു വിധേനയും ചെയ്യുന്ന, ചിലപ്പോൾ ആക്ഷൻ പോലും, ചിലർ കയ്യോ കാലോ ഒക്കെ ആംഗ്യം കാണിച്ചായിരിക്കും ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, സംവേദനത്തിന് ക്ഷമിക്കുന്നത്. അതുപോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. നിസ്സാരമെന്ന് തോന്നും, പക്ഷേ ശ്രദ്ധിക്കണം. 2-ാം ഭാവത്തിലെ രാഹുവും അങ്ങനെയാണ്. ഈ ആഴ്ച മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം ഗുണകരമാണ്. പ്രത്യേകിച്ചും ഉത്സാഹപൂർവ്വം തങ്ങളുടെ ജോലിയിൽ ഇടപെടുവാനും സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും മനസ്സിന് സമാധാനം കിട്ടുവാനും ഊർജ്ജസ്വലമായി തങ്ങളുടെ യാത്രകൾ നടത്തുവാനുമൊക്കെ സാധിക്കുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഗുണകരമാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ. സന്താനങ്ങൾക്കോ മാതാവിനോ ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ വളരെ കരുതലെടുക്കണം. വാഹനം സ്പീഡിൽ ഓടിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചൊവ്വയുടെ കാര്യത്തിൽ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, തീയ്, ഇലക്ട്രിസിറ്റി, ഇതിനോടൊക്കെ പെരുമാറുമ്പോഴും ഒരു ശ്രദ്ധ വേണം. വാക്കുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആഴ്ച മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 6-ാം തീയതി രാവിലെ 10 മണി കഴിഞ്ഞ് 7, 8 മണി, 8-ാം തീയതി വൈകുന്നേരം 4 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 11-ാം തീയതിയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഭാഗ്യസ്ഥാനത്തേക്കാണ് 8-ാം തീയതി മുതൽ ബുധൻ്റെ വക്രഗതി. അതുകൊണ്ട് അത് നമ്മളുടെ ഭാഗ്യത്തെ നിർഭാഗ്യമാക്കി മാറ്റാൻ നമ്മളുടെ തന്നെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇടയാക്കുമെന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം വ്യാഴം സഞ്ചരിക്കുന്നത് 6-ലാണ്. ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നതും ദോഷമാണ്. ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നത് പ്രവർത്തനങ്ങളുടെ വിജയത്തിനോ സാമ്പത്തിക നേട്ടത്തിനോ എതിരല്ല. മറിച്ച് ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ സംബന്ധമായ പ്രശ്നമാണ്. കലഹമോ പ്രശ്നമോ ഉണ്ടാകാം. അത് പ്രണയത്തിൻ്റെ കാര്യത്തിലായാലും വിവാഹ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപോലെയാണ്. ചിലപ്പോൾ ഈ പറയുന്ന പ്രണയിനി തങ്ങളുടെ, അല്ലെങ്കിൽ പ്രണേതാവ് തങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കണമെന്നില്ല. അതുപോലെ ദാമ്പത്യത്തിലും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴത്തിൻ്റെ 6-ലെ നില
6-8-12 ദുഷ്ടസ്ഥാനങ്ങളായതിനാൽ വ്യാഴമാറിൽ നിൽക്കുമ്പോൾ ഗുണമുണ്ടാവില്ല എന്ന പ്രമാണം നമുക്കിവിടെ വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് മാറ്റിപ്പറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കടബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേയെങ്കിലും ആശ്വാസം ലഭിക്കത്തക്കവണ്ണമുള്ള പണം കിട്ടും. ശത്രുസ്ഥാനത്തു നിന്നിരുന്ന വ്യക്തികൾ തങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള സഹകരണം ഇവരിൽ നിന്നൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു. ദാമ്പത്യത്തിൽ ശുക്രൻ കൂടെ നിൽക്കുന്നതുകൊണ്ട് വലിയൊരു പോയിന്റ് ഞാൻ പിടിക്കുന്നില്ല. എന്നാൽ പ്രധാനമായും തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങളും ഉദരസംബന്ധമായി എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വരലും ഒക്കെ തന്നെ ഈ പറയുന്ന കർക്കിടക രാശി 6-ാം ഭാവമായി വരികയും അവിടെ വ്യാഴം നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് കിട്ടാം. ഈ ആഴ്ചയിൽ പൊതുവേ തുടക്ക ദിവസങ്ങൾ തന്നെ കുംഭക്കൂറിന് നല്ലതാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, മനസ്സിൻ്റെ സന്തോഷമൊക്കെ കാണുന്നു. പിന്നെ ആഴ്ചയുടെ 2-ാം പകുതി തുടങ്ങുന്നതും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ ഉല്ലാസത്തോടുകൂടി, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, ബുദ്ധിക്ഷമതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർക്ക് അവരുടെ മനസ്സർപ്പിക്കാൻ സാധിക്കുന്നതിനാൽ ചടുലമാകുന്നു കർമ്മരംഗം. അതുകൊണ്ട് തന്നെ സാമ്പത്തികവും വലിയ ദോഷമൊന്നും കാണുന്നില്ല. ആഴ്ചയുടെ അവസാന ദിവസം വാഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വാഹനം ഏതെങ്കിലുമൊക്കെ മറ്റു വാഹനങ്ങളുമായി മുട്ടുകയോ അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ കലഹമോ കേസോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആക്സിഡൻറ്റ് നമുക്ക് ശ്രദ്ധിക്കുക എന്ന വാക്ക് പറയുന്നത് പലർക്കും അലർജിയാണ്. എന്നാൽ പോലും ആക്സിഡൻറ്റ് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി പോകുന്നവർക്കും ഇങ്ങോട്ട് വന്നൊക്കെ കയറുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതെല്ലാം വിധിക്ക് വിടാം. എന്നാലും പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഗം ഏറ്റവും നന്നായി ന്യായീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. അതുകൊണ്ട് അതാണ് പ്രധാനമായും കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ബാക്കി വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 5, 6 രാവിലെ 10 മണി വരെ, അത് കഴിഞ്ഞാൽ 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശേഷം 9-ഉം 10-ഉം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഭാഗ്യം വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്തു നിന്നുള്ള വരുമാനവും ഇവർക്ക് വൻതോതിലാകുന്നു. അതുപോലെ ഭാഗ്യസ്ഥാനത്തു നിന്നുകൊണ്ട് ഈശ്വരാധീനത്തിൻ്റെ സ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പോകുന്നത് കൊണ്ട് തങ്ങൾ പാതി ചെയ്താൽ ബാക്കി പാതി ഈശ്വരൻ നൽകും എന്നൊരവസ്ഥയിൽ ഇപ്പോൾ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചില ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും അവർക്ക് കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ജന്മശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്ന മീനക്കൂറുകാർക്ക് ഒരു ആശ്വാസം താൽക്കാലികമായെങ്കിലും വരുന്നുണ്ട്. സാമ്പത്തികം ഉണ്ടാവും, ഭാഗ്യം കൊണ്ട് സാമ്പത്തികം വർദ്ധിക്കും. എവിടെ നിന്ന് വരും, എങ്ങനെ ഞാൻ ഈ കടം വീട്ടും എന്നൊക്കെ വിഷമിച്ച് നിന്നിരുന്നവർക്ക് വളരെ അപ്രതീക്ഷിതമായി ഭഗവാൻ കൊണ്ട് വച്ചതുപോലെ പണം എവിടെ നിന്നെങ്കിലും വരും. അവസാന നിമിഷം തങ്ങൾക്ക് അത് ശരിയായി കിട്ടിയല്ലോ എന്ന അത്ഭുതത്തോടു കൂടി അവർക്ക് തങ്ങളുടെ ബാധ്യതകളിൽ നിന്ന് കുറേയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ശനി ജന്മത്തിൽ നിൽക്കുന്നു. 7 ശനിയിൽ ഏറ്റവും രൂക്ഷമാണ് ജന്മശനി എന്ന് പറയുന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം കർക്കിടകത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ 9-ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജന്മശനിയുടെ ശാപം, ജന്മശനിയുടെ ദോഷവശങ്ങൾ കുറേയൊക്കെ കുറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാധ്യതകൾ, ഇവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ, അതിനൊക്കെ വലിയൊരളവിൽ മാറ്റമുണ്ടാവും, പരിഹരിക്കപ്പെടുമെന്ന് വേണം ചിന്തിക്കാൻ. 4-ാം ഭാവത്തിൽ ബുധൻ 8-ാം തീയതി മുതൽ വക്രഗതിയിൽ പോകുന്നതുകൊണ്ട് ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ, സ്വന്തം വീട്ടിലായാലും ഓഫീസിലായാലും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മറ്റിടങ്ങളിലായാലും പൊതുസമൂഹത്തോടായാലും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇടപഴകുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ സംവേദനം ഭാഷയിലൂടെയും ആംഗ്യത്തിലൂടെയും മാത്രമേ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ കയ്യിലുള്ളതുകൊണ്ട് അതിലൂടെയുമൊക്കെ നമുക്ക് സാധിക്കും. പക്ഷേ അതിലായാലും നമ്മുടെ ഒരു മനസ്സതിൻ്റെ പിന്നിലുണ്ട്. ആ മനസ്സിനെ തെറ്റായി ധരിപ്പിക്കുന്ന തരത്തിൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ബുദ്ധിമണ്ഡലത്തെ ഏതെങ്കിലും തരത്തിൽ തെറ്റായി ധരിപ്പിക്കാൻ ബുധൻ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നാം ചെയ്യുന്ന കരാറുകളിലെ ഒപ്പുകൾ, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഭാഷകൾ, അയച്ചു കൊടുക്കുന്ന മെസ്സേജുകൾ, ഇതിലൊക്കെ തന്നെ നമ്മളൊരു 2ാമത് പരിശോധന വേണം. ചെയ്തത് ശരിയായോ, വാക്കുകൾ തെറ്റായി പോയിട്ടുണ്ടോ, വാചകങ്ങൾ തെറ്റായോ, അബദ്ധമാണോ, ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീല പദങ്ങൾ കടന്നു വന്നുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ അറിയാതെ വന്നുപോയോ എന്നൊക്കെ പരിശോധിച്ചു വേണം അത് ചെയ്യുവാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ മാതാവിന്
ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാം. ശ്വാസകോശ സംബന്ധമായും മറ്റും അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. മീനക്കുൾപ്പെട്ട നക്ഷത്രക്കാർ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6 രാവിലെ 10 മണി കഴിഞ്ഞ് 7, 8 വൈകുന്നേരം 4 വരെയും ശേഷം 10-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 11 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിന് ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. കറുത്ത പട്ടോ അല്ലെങ്കിൽ കടുന്നീല പട്ടോ സമർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കുക. കാക്കയ്ക്ക് ഇടത്തേ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ ഏറ്റവും കഷ്ടപ്പെടുന്ന വ്യക്തികളെ ഏത് വിധേനയെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുക. അഹങ്കാരമില്ലാതെ ജീവിക്കാൻ പഠിക്കുക. അതുപോലെ വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമം. വ്യാഴാഴ്ച അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും വ്രതശുദ്ധി പാലിക്കുക. ജപിക്കുക ഓം നമോ നാരായണായ എന്ന്. അതുപോലെ നെയ്വിളക്ക് കത്തിക്കുകയും പാൽപ്പായസം നിവേദ്യം ചെയ്യുന്നതുമൊക്കെ വളരെ ഗുണകരമാണ് വ്യാഴദോഷ പരിഹാരത്തിന്. അടുത്തത് നാഗദോഷ പരിഹാരമാണ്. നാഗദോഷ പരിഹാരത്തിന് എല്ലാവർക്കും അറിയാം, 100 പാലും കൊടുക്കുക നാഗദൈവങ്ങൾക്ക്. അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോരോ വലിയ വഴിപാടുകളുണ്ട്, അതൊക്കെ ചെയ്യാം. കേതുദോഷ പരിഹാരത്തിന് ശ്രീ മഹാഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കാം. അതുപോലെ കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. നാളികേരം മുടയ്ക്കുക. ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യുക. നല്ലൊരാഴ്ചയാവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.